മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 100-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യം. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. വളരെ മനോഹരമായ തിരുവചനമാണിത്. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. നമ്മൾ ഇന്ന് നിയോഗമായി പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ മടുത്തുപോയ ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ പുതുബലം പ്രാപിക്കുവാൻ ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അന്ത്യകാല അഭിഷേകത്താലെ, കാലഘട്ടത്തിന്റെ ദൈവശക്തിയാലെ സ്വർഗം നമ്മെ നിറയ്ക്കുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ നദിയായി നിറഞ്ഞൊഴുകുന്ന സമയമാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആനന്ദത്തോടെ ആത്മനിറവോടെ സുവിശേഷ വേല ചെയ്യുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അനുഗ്രഹത്തിന്റെ നദിയായി പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. അന്ത്യകാല അഭിഷേകത്താൽ, കാലഘട്ടത്തിന്റെ അഭിഷേകത്താൽ ജനലക്ഷങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം ദൈവകൃപ അനേകരിലേക്ക് പകരപ്പെടുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ സ്തുതി ആരാധനയെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവേ, ഈ അഭിഷേകം നൽകണമേ. അന്ത്യകാല അഭിഷേകത്താൽ ഉണർത്തണമേ. അന്ത്യകാല പ്രേക്ഷിതർ ചൈതന്യം കൊണ്ട് ഞങ്ങളെ പൂരിതമാക്കണമേ. യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. ലോകത്തോട് നമ്മൾ പറയേണ്ട മെസ്സേജ് ഇതാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത്. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിച്ച് ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അവരാണ് കർത്താവിന്റെ ശുശ്രൂഷകർ, അവരാണ് മിഷണറിമാർ, അവരാണ് പരിശുദ്ധാത്മാവിന്റെ തലമുറ. ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത സൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന സമയം എല്ലാം മറന്ന് സ്വരമുയർത്തി
വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. പാപരോഗ ശാപബന്ധനത്തിന്റെ സകല മുഖങ്ങളെയും ഒടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേളയിൽ പിന്മാറിപ്പോയ ആയിരങ്ങളെ കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഈ സമയം ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകൾ അടിയട്ടെ, ശാപമുഖങ്ങൾ ഒടിയട്ടെ. തകർന്നിരിക്കുന്ന ജീവിതങ്ങള് ബലപ്പെടട്ടെ. നിരാശയോടെ ജീവിക്കുന്ന ആയിരങ്ങള് പ്രത്യാശയാൽ നിറയപ്പെടട്ടെ. Lord, release your power. Hallelujah, hallelujah. സഹോദര സഹോദരി, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം നമ്മൾ ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് എല്ലാം മറന്ന് ഒരിക്കൽ കൂടെ സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ. അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അന്ത്യകാല അഭിഷേകത്താൽ ഞങ്ങൾ ഏവരെയും പൂരിതമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഹൃദയ കഠിനതകൾ മാറിപ്പോകട്ടെ, എല്ലാ സാത്താൻ അടിസ്ഥാനങ്ങളും തകർക്കപ്പെടട്ടെ. റിയ റിയ റിയ, ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. കർത്താവേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് അവിടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കണമേ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ, വേദനയോടെ കഴിയുന്ന ജീവിതങ്ങളെ, പ്രത്യാശ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ കർത്താവേ ഈ സമയം സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. താങ്ക് യു, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം തന്ന് ഞങ്ങൾ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ വേലയിൽ മടുത്തു പോകരുത്. സുവിശേഷ വേലയിൽ മടുത്തു പോകരുത്. ഇന്ന് അനേകരുടെ ഒരു അടിസ്ഥാന പ്രശ്നമാണ് മടുപ്പ്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ്, സഹോദര, മടുത്തു, ഈ ജീവിതം മടുത്തുപോയി, ഞങ്ങൾക്കിനി ജീവിക്കണ്ട. മടുപ്പോടെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ. ഇന്ന് ആത്മീയതയിലുള്ള വലിയ ക്രൈസിസ് ആണ്, ഒരു പ്രതിസന്ധിയാണ് മടുപ്പ്. എല്ലാം ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ, ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദത്തിൽ ജീവിക്കാൻ കഴിയാതെ ജീവിതം നരകതുല്യമായി കഴിയുന്ന അനേകം വ്യക്തികൾ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 58-ാം തിരുവചനം. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള ഒരു തിരുവാക്യമാണിത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണിത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ അകത്ത് ഈ സത്യം ഒരു വെളിപാട് പോലെ പ്രകാശിക്കണം.
കർത്താവിന്റെ ജോലി, കർത്താവിനോടുള്ള ശുശ്രൂഷ അത് പാഴല്ല, അത് നിഷ്ഫലമല്ല. ഈ ഒരു ബോധ്യമുള്ളവർക്ക് മാത്രമാണ് സുവിശേഷ വേലയിൽ സമർപ്പണത്തോട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വചനം. അവിടെ ദൈവമായ കർത്താവ് തന്റെ പ്രവാചകനായ ജോഷുവയെ നോക്കി ആവർത്തിച്ച് അവനെ ബലപ്പെടുത്തുകയാണ്. ജോഷുവ, ബി സ്ട്രോങ് ആൻഡ് ഗുഡ് കറേജ്. നീ ശക്തനും ധീരനുമായിരിക്കുക. നീ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. നീ മടുത്തു പോകരുത്. നീ അസ്വസ്ഥനാകരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എപ്പോഴും ശക്തനും ധീരനുമായിരിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ ജോഷുവയോട് പറഞ്ഞ അതേ മെസ്സേജാണ് ഇന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. എന്റെ കുഞ്ഞേ, നീ ശക്തനും ധീരനുമായിരിക്കുക. നമുക്ക് തിരുവചനത്തിലോട്ട് വരാം. കർത്താവിൽ നമ്മുടെ ജോലി, നമ്മുടെ വേല നിഷ്ഫലമല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ചത്ത് ചീഞ്ഞ് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്നത്. ഞാൻ പല മിഷണറിമാരുടെ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? ജീവൻ വരെ അപകടത്തിലാക്കി എന്തുമാത്രം സാഹസികതകളാണ് അവർ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റെടുത്തത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട് എപ്പഫ്രാത്തിത്തോസിനെ കുറിച്ച്. ഫിലിപ്പി സഭയുടെ അപ്പോസ്തലനായിരുന്നു. അവിടുത്തെ സഭാ സമൂഹത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ദൈവദാസനായിരുന്നു എപ്പഫ്രാത്തിത്തോസ്. 2-ാം അധ്യായം 30-ാം വചനത്തിൽ പറയാണ്, കാരണം കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ അവൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കി. ഇതെന്തൊരു വചനമാണിത്! 10,000-ങ്ങളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദര സഹോദരി, നമുക്ക് ഈ അനുഭവം വന്നിട്ടുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ, കർത്താവിനെ സാക്ഷ്യം നൽകുന്നതിൽ, കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നതിൽ, കർത്താവിന്റെ രാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ടോ? ഇനി പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. കൊളോസ്സ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് എന്നിൽ ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. എന്താ ഈ വചനം നമ്മോട് പറയുന്നത്? ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഠിനമായി അധ്വാനിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ മറന്ന്, സമയം നോക്കാതെ, ആരോഗ്യം നോക്കാതെ, സമ്പത്ത് നോക്കാതെ, ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമർപ്പണമല്ല നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ അകത്ത് ഒരു കാര്യം കത്തണം. അതെന്താ? കർത്താവിൽ നമ്മുടെ വേലകൾ നിഷ്ഫലമല്ല, അത് പാഴല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞേ, കർത്താവിൽ നമ്മുടെ വേലകൾ നിഷ്ഫലമല്ല. എല്ലാവരും ഒന്ന് പരസ്പരം പറഞ്ഞേ, കർത്താവിൽ നമ്മുടെ വേലകൾ നിഷ്ഫലമല്ല. ഒന്നും കൂടി പറഞ്ഞേ, കർത്താവിൽ നമ്മുടെ വേലകൾ നിഷ്ഫലമല്ല. കർത്താവിൽ നമ്മുടെ വേലകൾ നിഷ്ഫലമല്ല. ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം വലിയ പ്രതിഫലം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കർത്താവിനെ പ്രതി നമ്മളൊരു ചെറുവിരൽ അനക്കിയാൽ അതിനു പോലും കർത്താവിൻ്റെ കരങ്ങളിൽ വലിയ പ്രതിഫലമുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു മിഷണറി പറഞ്ഞ അനുഭവം അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം ഇന്ന് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഒരു വലിയ ഒഫീഷ്യലാണ്. അദ്ദേഹം പ്രകാരമാണ് പറയുന്നത്, അവർ 7 മക്കളായിരുന്നു, 5 ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളും. അവരുടെ അപ്പൻ ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു.
പട്ടിണിയുടെയും കഷ്ടതയുടെ നടുവിൽ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ അദ്ദേഹം ആത്മാവിന്റെ ആനന്ദത്തിൽ കർത്താവിന്റെ വേലകൾ ചെയ്തു. വളരെ ദാരിദ്ര്യമുള്ള സമയം. ഒരു ദിവസം രാത്രിയിലെ തൻ്റെ മക്കൾക്ക് വേണ്ട വിധം അത്താഴം കൊടുക്കാൻ തനിക്ക് നിവൃത്തിയില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ സംഘടിപ്പിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കട്ടൻ കാപ്പി തിളപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഈ കാപ്പി തിളപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അന്ന് സ്റ്റൗവും ഗ്യാസൊന്നുമില്ല. ഈ സമയത്താണ് 3 ദൈവദാസന്മാരെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. അവരാണെങ്കിൽ അത്താഴം കഴിച്ചിട്ടില്ല. ഇദ്ദേഹം ചിന്തിച്ചു, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് താൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കാപ്പിപ്പൊടി പഞ്ചസാര ഉപയോഗിച്ച് അത്താഴം കഴിക്കാതെ തൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഈ ദൈവദാസന്മാർക്ക് കാപ്പി തിളപ്പിച്ചു കൊടുക്കാം. അതൊക്കെ നോക്കിയപ്പോൾ വിറകൊന്നുമില്ല. ഒരു ഓലപ്പുര, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ചെറ്റപ്പുര. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഭിത്തിയായി ചുമരായി കുത്തി നിർത്തിയിരുന്ന ആ ഓലക്കൊടി അങ്ങ് പറിച്ചെടുത്തു. അത് ചുരുട്ടിക്കൂട്ടി അടുപ്പിൽ വെച്ച് അദ്ദേഹം ഊതി ഊതി കത്തിച്ച് കട്ടൻ കാപ്പി തിളപ്പിച്ച് ഈ ദൈവദാസന്മാർക്ക് കൊടുക്കുക. കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, കർത്താവിന്റെ വചനം എന്റെ നാമത്തെ പ്രതി ഒരു പാത്രം വെള്ളം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ അതിനുപോലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ചെയ്ത ആ സ്നേഹത്തിന്റെ പ്രവൃത്തി കർത്താവിന്റെ സൂപ്പർസോണിക് കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഈ 5 ആൺമക്കളെയും സ്വർഗത്തിലെ ദൈവം 5 ഭൂഖണ്ഡങ്ങളിലേക്ക് ചിതറിച്ചു. ഈ 5 ആൺമക്കളിൽ 4ാമത്തെ മകനാണ് ഇദ്ദേഹം. ഈ മിഷണറി പറയാണ്, അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഉന്നതമായ ജോലി കൊടുത്ത് കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. തൻ്റെ ഈ ഒഫീഷ്യൽ ജീവിതത്തിനിടയിലും അദ്ദേഹം കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നു, കർത്താവിന് സാക്ഷ്യം നൽകുന്നു, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അത് അഭിഷേകത്തിന് നിറവാണ്, പ്രകാരം പറഞ്ഞു, മക്കളായി ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങളുടെ അപ്പന്റെ തീഷ്ണതയും വിശ്വാസവുമാണ്. കഷ്ടപ്പാടിന് നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ഞങ്ങളുടെ പിതാവ് സുവിശേഷ വേല ചെയ്തു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നന്മകളെല്ലാം ഞങ്ങളുടെ പിതാവിന്റെ സമർപ്പണമായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് ഇത് തന്നെയല്ലേ സഭയെ പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ വേല നിഷ്ഫലമല്ല. കർത്താവിന്റെ വേല പാഴായി പോകാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കുകയില്ല. അതുകൊണ്ട് സുവിശേഷ വേലയിൽ മടുത്തുപോയവര് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? വെറുതെ എൻ്റെ സമയം പോയി. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തത്, ഈ കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആയിപ്പോയി. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ രാപ്പകല് ഓടി ചത്ത് ചീഞ്ഞ് പണിയെടുത്ത് എൻ്റെ ആരോഗ്യം എനിക്കില്ലാതെയായി. എന്തുമാത്രം അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എൻ്റെ കുടുംബത്തെ പോലും ഞാൻ പലപ്പോഴും നഷ്ടപ്പെടുത്തി. ഇതൊക്കെ ചെയ്തിട്ടും എനിക്കിതല്ല സംഭവിച്ചത് എന്ന് ചിന്തിച്ച് കർത്താവിന്റെ വേലയിൽ മനം പടുത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കുള്ള കർത്താവിന്റെ ആലോചനയാണ്. പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുകയാണ്, നീ മടുത്തു പോകണ്ട, തക്ക പ്രതിഫലം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ദൈവത്തിന് തിരുവെടുത്ത് പറയാ, വേലയ്ക്ക് തക്ക കൂലി നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനോടുള്ള ശുശ്രൂഷയ്ക്ക് തക്ക കൂലി നിങ്ങൾക്ക് ലഭിക്കും. ഒട്ടും കൂടുകയില്ല, ഒട്ടും കുറയുകയില്ല. തക്ക കൂലി. ഓരോരുത്തർക്ക് ആവശ്യമായത് നൽകുവാൻ കർത്താവ് മതിയായവനാണ്. വീണ്ടും ഗലാത്യ സഭയ്ക്ക് ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പൗലോസ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് വിളവെടുക്കാം. നന്മ ചെയ്യുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ നന്മ എന്താ? സഭാപിതാവായ അലക്സാണ്ട്രിയയിൽ വിശുദ്ധ ക്ലെമന്റ് പറയുന്നുണ്ട്,
കർത്താവ് ആഗ്രഹിക്കുന്ന ഏക കാര്യം ആത്മാക്കളുടെ രക്ഷയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു നന്മ പ്രവൃത്തി ഈ ലോക ജീവിതത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, സുവിശേഷ വേളയിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. കർത്താവിനോടുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ മടുത്തു പോകാതിരിക്കട്ടെ. നിങ്ങൾ തളർന്നു പോകാതിരിക്കട്ടെ. നിങ്ങൾ മടുത്തു പോകാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ഇതെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. എബ്രായ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്ത ശുശ്രൂഷകളും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ നമ്മുടെ ദൈവം. എന്നാ വചനം! നമ്മൾ ചെയ്ത ഓരോ ശുശ്രൂഷയും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ല നമ്മുടെ കർത്താവ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ എഫർട്ടും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും അതാരും അറിയുന്നില്ലെങ്കിലും ഞാൻ എടുക്കുന്ന എഫർട്ട്, ഞാൻ എടുക്കുന്ന പെയിൻ, ഞാൻ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു ത്യാഗം, സമർപ്പണം, അതാരും അറിയുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരോ, എൻ്റെ സഹപ്രവർത്തകരോ, എൻ്റെ കുടുംബക്കാരോ, എൻ്റെ അധികാരികളോ വേണ്ട വിധം അറിയുന്നില്ലെങ്കിലും അതറിയുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നീ തളർന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും കർത്താവ് കാണുകയാണ്. അതിന് തക്ക കൂലി കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഞാൻ 15-ാമത്തെ വയസ്സിലെ ഞാൻ 10th പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനായി സമർപ്പിച്ചു. ഇതുവരെ കർത്താവിന്റെ വേല വിട്ട് പിന്തിരിഞ്ഞു പോകുവാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെ അനുവദിച്ചിട്ടില്ല. അത് എൻ്റെ യോഗ്യത കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടല്ല, അത് കർത്താവിന്റെ കരുണയാണ്. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിനായി സമർപ്പിച്ചു. എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുമിത്രങ്ങളും എൻ്റെ സ്നേഹിതരും അനേകർ എന്നോട് പറഞ്ഞു, സന്തോഷേ, സുവിശേഷ വേല വളരെ നല്ലതാണ്, പക്ഷേ ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ട് മതി. ഈ സമയം കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്ത്, എന്നിട്ട് നീ വേല ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് കരുതാതെ കർത്താവ് വിളിക്കുകയില്ല. തൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും കർത്താവിനെ എന്നെ കരുതുവാനായി കഴിയും. Glory to God. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് നടത്തിയ വഴികൾ, കർത്താവ് പരിപാലിച്ച നിമിഷങ്ങൾ സ്വപ്നമാണ് യാഥാർത്ഥ്യമാണെന്ന് തോന്നുമാറ് അത്രമാത്രം കർത്താവ് അനുഗ്രഹിച്ചുയർത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനവേദിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത ഈ പ്രവൃത്തികൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്, നമ്മൾ മടുത്തു പോകരുത്. മടുപ്പ് വരുന്ന അനേകം തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷ വേലയിൽ നമ്മെ വിളിച്ചവനായ നമ്മുടെ കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. കർത്താവിനെ മുറുകെ പിടിക്കണം, അള്ളി പിടിക്കണം. നമുക്ക് വേണ്ട എനർജി കർത്താവ് തരും, നമുക്ക് വേണ്ട ശക്തി കർത്താവ് പ്രദാനം ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. നമ്മുടെ ശുശ്രൂഷകൾ കാണാതിരിക്കത്തക്ക വിധം കർത്താവ് നീതിരഹിതനല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ്, കർത്താവിന്റെ വേലയിൽ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 16:13, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിന്റെ വേലയിൽ ഉറച്ചു നിൽക്കുവിൻ.
ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 7-ാം വചനത്തിൽ അസ്രിയായുടെ മേൽ പ്രവചനത്തിന്റെ ആത്മാവ് വെളിപ്പെടുകയാണ്. അസ്രിയ ഒരു പ്രവചനം പറയുകയാണ് രാജാവായ ആസയെ നോക്കിക്കൊണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ കരങ്ങൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ പ്രവചനം കേട്ട് രാജാവായ ആസ ധൈര്യപ്പെടുകയാണ്, അവൻ ആത്മാവിൽ ശക്തിപ്പെടുകയാണ്. ഇതേ അഭിഷേകം തന്നെയാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ കർത്താവ് 10,000ങ്ങളിലേക്ക് പകരുന്നത്. നമ്മുടെ കരങ്ങൾ തളരരുത്, നമ്മുടെ ചിന്തകൾ തളർന്നു പോകരുത്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക കൂലി കർത്താവ് തരും. പ്രിയപ്പെട്ടവരെ, മടുപ്പ് മാറ്റി, ക്ഷീണം മാറ്റി, തളർച്ച മാറ്റി കൂടുതൽ കർത്താവിന്റെ വേലയിൽ ഉറപ്പുള്ളവരാകുക. ഈ തലമുറയിൽ കർത്താവിന് ഉയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നിത്യ നരകത്തിലേക്ക് പോകുന്ന അനേകം ആത്മാക്കളെ ഈ തലമുറയിൽ നമ്മൾ യേശു ക്രിസ്തുവിനായി നേടണം. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. കൊളോസ്യർക്കാർക്ക് ലേഖനം 1:23, നിങ്ങൾ കേട്ട സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. കർത്താവിന്റെ വേലയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ അതെന്തുമാകട്ടെ, അതേത് ശുശ്രൂഷയാകട്ടെ, ചിലപ്പോൾ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ക്ലീനിങ് ശുശ്രൂഷയായിരിക്കാം, ചിലപ്പോൾ കർത്താവിന്റെ ദാസന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ബാഗ് എടുക്കുന്ന, അവരുടെ ബൈബിൾ പിടിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ശുശ്രൂഷകളായിരിക്കാം. പൊതുജനം നമ്മെ കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. ഈ സത്യം മനസ്സിലാക്കി സ്ഥിരതയുള്ളവരാകുക, അചഞ്ചലതയുള്ളവരാകുക. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും കർത്താവിന്റെ വേല വിട്ട് ഞാൻ പോവുകയില്ല എന്നുള്ള തീരുമാനത്തോടെ നമ്മൾ അല്പസമയം ഇനി പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവായി, പരിശുദ്ധാത്മാവ് സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവായി, പരിശുദ്ധാത്മാവ് അന്ത്യകാല അഭിഷേകത്തിന്റെ തീയായി അനേകരിൽ കത്തിപ്പടരുന്ന സമയം നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. എല്ലാവരും മുട്ടുകുത്തും, മടിക്കണ്ട. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കൊച്ചു ജീവിതം കർത്താവിനായി സമർപ്പിക്കുക. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ പലപ്പോഴും അടുത്തു പോയിട്ടുണ്ട്, ഇനി ഇത് വേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരിക്കലും സുവിശേഷ വേല ചെയ്യില്ല എന്ന് പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. കർത്താവേ, മാപ്പ് ചോദിക്കുന്നു, കരുണയായിരിക്കണമേ. മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി അന്ത്യകാല അഭിഷേകത്തിന് വേണ്ടി ഈ തലമുറയെ കർത്താവിനായി നേടുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ നമ്മിൽ കത്തിജ്വലിക്കുവാൻ വേണ്ടി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയുടെ, മടുപ്പിന്റെ, തളർച്ചയുടെ, മനോഭാരത്തിന്റെ സകല കെട്ടുകളെയും പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേളയിൽ അനേകരെ തീഷ്ണതയുള്ളവരാക്കണമേ. പിന്മാറ്റ ചിന്താഗതികളിൽ നിന്നുള്ളവരെ മോചിപ്പിക്കണമേ. ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ ശക്തിയിലേക്ക് കർത്താവേ നിന്റെ ജനത്തെ ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും കർത്താവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു പുതിയ സമർപ്പണത്തോടെ, ആത്മാവിന്റെ ആനന്ദത്തോടെ കർത്താവിന്റെ വേല ചെയ്ത് ഈ തലമുറയെ നമുക്ക് യേശു ക്രിസ്തുവിനായി നേടാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശോധനയിലുള്ള വിശ്വസ്തത. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,
രാജാവേ